ഒരു ലൈറ്റിന്റെ പേരിൽ പ്രദേശത്ത് കലാപം സൃഷ്ടിക്കുന്ന തരത്തിൽ അനുമതിയില്ലാതെ കുഴിയെടുക്കാൻ ഇവിടെ ആർക്കായിരുന്നു ഇത്ര ധൃതി? നാലാമത്തെ കുഴിയുടെ പ്രശ്നം അവസാനിച്ചു. 70 ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി സർവകലാശാല റേഷൻ കട കവലയ്ക്ക് സമീപം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടർച്ചയായി കുഴിയെടുത്ത് ഉടലെടുത്ത വിവാദം നാലാമത്തെ കുഴിയോടെ കെട്ടടങ്ങുന്നു. ഒക്ടോബർ 4-നാണ് നാട്ടുകാരുടെ ഗതാഗതത്തിന് തടസ്സമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളനിയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടുറോഡിൽ കുഴിയെടുത്തിരുന്നത്. ഹൈബീഡൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ ഒക്ടോബർ 18-നെടുത്ത മൂന്നാമത്തെ കുഴിയാണിത്. കൊച്ചി സർവകലാശാല ക്യാമ്പസിന് ചേർന്ന് റേഷൻ കട കവലയിലാണ് ലൈറ്റ് സ്ഥാപിക്കാൻ പലയിടത്തായി കുഴിയെടുത്തിരുന്നത്. അവസാനം റോഡിലേക്ക് കയറ്റി ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു കുഴിയെടുക്കുകയായിരുന്നു. ഇതിനെതിരെ CPIM നഗരസഭയിൽ പരാതി നൽകിയിരുന്നു. എംപിയുടെ ഫണ്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ജില്ലാ കളക്ടറാണ്. ലൈറ്റ് സ്ഥാപിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്താൽ പിന്നെ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മാത്രമേ ലൈറ്റ് സ്ഥാപിക്കാനാകൂ. കരാറുകാരൻ ഇവിടെ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിരുന്നില്ല. പ്രദേശം നവംബർ 6-ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് സന്ദർശിച്ചിരുന്നു. റോഡിൽ ലൈറ്റ് സ്ഥാപിച്ചാൽ യാത്രാ തടസ്സമുണ്ടാകും. റോഡ് വെട്ടിപ്പൊളിക്കാൻ മുൻകൂട്ടി കരാറുകാരന് അനുമതി നൽകിയിട്ടില്ല. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ചാർജ് അടച്ചിട്ടില്ല. 11 kV വൈദ്യുത ലൈനിൽ നിന്നുള്ള അകലം വിട്ടിട്ടില്ല എന്നീ കാര്യങ്ങൾ കളക്ടർക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് ജില്ലാ കളക്ടർ നിലവിലെ കുഴിയിൽ ലൈറ്റ് സ്ഥാപിക്കാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുകയും സർവകലാശാല ഭൂമിയിലെ നിർദ്ദിഷ്ട പബ്ലിക് സ്ക്വയറിൽ ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് ശനിയാഴ്ച നാലാമത്തെ കുഴിയെടുത്ത് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. നഗരസഭയുടെയോ കൊച്ചി സർവകലാശാലയുടെയോ അനുമതി തേടാതെ ബന്ധപ്പെട്ട രേഖകളൊന്നുമില്ലാതെ നടുറോഡിൽ ഒരു കുഴിയുണ്ടാക്കി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ ആർക്കായിരുന്നു ഇത്ര ധൃതി എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. ന്യൂസ് 95 കളമശ്ശേരി.